ന്യൂയോർക്കിൽ നിന്ന് ഉയർന്ന ഒരു വാക്ക് വീണ്ടും ചരിത്രത്തിന്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടന്ന ഒരു ഡയമണ്ടിനെ ലോകത്തിന്റെ കണ്ണുകൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നു. സുഹ്റാൻ മംദാനി എന്ന ന്യൂയോർക്ക് മേയർ ബ്രിട്ടീഷ് രാജാവായ ചാൾസ് മൂന്നാമനെ നേരിൽ കാണാൻ കഴിഞ്ഞാൽ ഇന്ത്യയുടെ അഭിമാനമായ കോഹിനൂർ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുമെന്ന് തുറന്നു പറഞ്ഞപ്പോൾ അത് വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയായി നിൽക്കാതെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിവാദത്തിന് വീണ്ടും തീപിടിപ്പിച്ചു. ഇതൊരു ഡയമണ്ടിന്റെ കഥ മാത്രമല്ല, മറിച്ച് അധിനിവേശത്തിന്റെ ഓർമ്മകളും നഷ്ടപ്പെട്ട പൈതൃകത്തിന്റെ വേദനയും തിരിച്ചുപിടിക്കാനുള്ള ഒരു രാജ്യത്തിന്റെ ആവേശവും ചേർന്ന ഒരു ചരിത്ര പ്രശ്നമാണ്. ഇപ്പോൾ ലണ്ടനിലെ ടവർ ഓഫ് ലണ്ടനിൽ സൂക്ഷിച്ചിരിക്കുന്ന കോഹിനൂർ വെറുമൊരു ഡയമണ്ട് മാത്രമല്ല, ഇതൊരു ചരിത്രവും അധികാരവും വിവാദവും ചേർന്ന പ്രതീകമാണ്. ഏകദേശം 105 ക്യാരറ്റുള്ള ഈ രത്നത്തിന് കോഹിനൂർ എന്ന പേർഷ്യൻ പദം നൽകിയ അർത്ഥം തന്നെ വെളിച്ചത്തിന്റെ പർവ്വതം എന്നാണ്. 1850-ൽ ഇതിന്റെ വില 16 ലക്ഷം രൂപയായി കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇന്നതിന്റെ മൂല്യം കണക്കാക്കാവുന്നതിലും അപ്പുറമാണ്. കോഹിനൂറിന്റെ യാത്ര അതീവ നാടകീയമാണ്. ആന്ധ്രാപ്രദേശിലെ ഖോൽക്കണ്ട ഖനിയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയതെന്നാണ് വിശ്വാസം. തുടർന്ന് മുഗൾ സാമ്രാജ്യത്തിലൂടെ കടന്നുപോയ ഈ വജ്രം ഒടുവിൽ പഞ്ചാബിലെ മഹാരാജാവായ രഞ്ജിത് സിംഗിന്റെ കൈവശമെത്തി. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അവകാശിയായ ദുലീപ് സിംഗ് ഈ വജ്രം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറുകയായിരുന്നു. പിന്നീടത് ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ഭാഗമാവുകയും ഒടുവിൽ രാജ്ഞിയായ ക്വീൻ വിക്ടോറിയയുടെ കിരീടത്തിൽ സ്ഥാനം നേടുകയും ചെയ്തു. ഇന്ന് കോഹിനൂർ തിരികെ നൽകണമെന്ന് ഇന്ത്യ പലതവണ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ബ്രിട്ടൻ ഈ ആവശ്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ മാത്രമല്ല, ഇറാനും പാകിസ്ഥാനും ഈ വജ്രത്തിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോഹിനൂർ ഒരു വജ്രം എന്നതിലുപരി ചരിത്രത്തിന്റെ അവകാശത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 4 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായി എത്തിയ ചാൾസ് മൂന്നാമനും ഭാര്യ കാമിലയും വിവിധ പ്രധാന പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച, കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യൽ, വൈറ്റ് ഹൌസ് വിടുന്ന, കൂടാതെ 9/11 സ്മാരകത്തിലെ അനുസ്മരണ ചടങ്ങ്, ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഈ സന്ദർശനം ആഗോള ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സന്ദർശനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് ഒരു ചോദ്യം മാത്രമാണ്: കോഹിനൂർ തിരികെ ഇന്ത്യയിലെത്തുമോ, അല്ലെങ്കിൽ അത് ചരിത്രത്തിലെ വിവാദമായി തന്നെ തുടരുമോ?